ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിഫ്റ്റി 350 പോയിന്റ് ഒരു ഇടിവുണ്ടായി. 25,500 ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. സെൻസെക്സ് ആവട്ടെ 1200 പോയിന്റിന്റെ ഒരു ഇടിവ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇടിഞ്ഞു എന്ന് പറയാൻ കാരണം ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടിരുന്ന കുറച്ച് ന്യൂസുകൾ, അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം നമ്മൾ കണ്ട കുറച്ച് സംഭവ വികാസങ്ങൾ. US മാർക്കറ്റ് റിക്കവർ ചെയ്തു. ഇന്ത്യയിലേക്ക് FIS കണ്ടിന്യൂസ് ബൈയിങ് മോഡലിലേക്ക് വരുന്നു. ഇൻഫോസിസ്, TCS തുടങ്ങിയ കമ്പനീസിന്റെ മേധാവികൾ ഈ AI കാരണം കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ഒരു IT മേഖലയ്ക്ക് ഗുണകരമാകുമെന്നുള്ള പ്രസ്താവനകൾ. ഇതിനിടെ ഇൻഫോസിസ് ആന്ത്രോപിക്സ് ആയിട്ടൊക്കെ ടൈപ്പ് ഏർപ്പെട്ടു. TCSും അവർ ഓപ്പൺ AI ആയിട്ട് ടൈപ്പ് ഏർപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളിലൂടെയാണ് മാർക്കറ്റ് ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടത്. കൂടാതെ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. കൂടാതെ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US ഫ്യൂച്ചറും പോസിറ്റീവായ രീതിയിലാണ് നിലകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെയാണ് IT കമ്പനീസിൽ വലിയ തോതിലുള്ളൊരു ഇടിവ് കണ്ടത്. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, നിഫ്റ്റിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ റിലയൻസ് 2.5% ഈ ഇടിവ് കണ്ടു. ഈ ഇടിവിന് കാരണമായതും സത്യത്തിൽ IT ന്യൂസ് ആണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ റിലയൻസ് വലിയ തോതിൽ IT മേഖലയിലേക്ക്, എസ്പെഷ്യലി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ്. ഒന്നും രണ്ടും അല്ല, 10 ലക്ഷം കോടിയാണ്, $110 ബില്യൺ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ റിലയൻസ് ഈ ഒരു AI മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഈ റിലയൻസ് ജിയോയുടെ സ്റ്റോക്കുകൾ പ്രെഡ്ജ് ചെയ്തിട്ടാണ് ഈ ഒരു ഫണ്ട് കണ്ടെത്തിയത്. ഇത് കാരണമാണ് റിലയൻസ് 2.5ഉം ജിയോ 2.5% ഒരു ഇടിവ് കണ്ടത്. അപ്പോൾ അതിന് പിന്നാലെ IT കമ്പനീസും ഇടിവ് തുടർന്നു. നിഫ്റ്റിയിൽ നമുക്ക് കാണാം ടോപ്പ് ലൂസേഴ്സ് നമ്മൾ കാണാൻ സാധിക്കും. ടോപ്പ് ലൂസേഴ്സായിട്ട് ഉള്ളത് പ്രധാനമായിട്ടും ഇൻഡിഗോ, ട്രെൻഡ്, M&M, അൾട്രാടെക് സിമെൻറ്റ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനീസാണ് ഇന്ന് വലിയ തോതിലുള്ള സെല്ലിംഗ് പ്രഷർ കണ്ടത്. ONGC, ഹിൻഡാൽകോ, HDFC ലൈഫ്, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ONGC ഇന്ന് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തത്? ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ക്രൂഡ് ഓയിൽ ഇന്ന് സ്പൈക്ക് ചെയ്തു. അതുകൊണ്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസായിട്ടുള്ള ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ കമ്പനീസ് അതിൻ്റെ നേട്ടം കൈവരിച്ചു. അപ്പോൾ ഓയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $71 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്ക് നേരെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നമ്മളുടെ ഗോൾഡാണ് ഉള്ളത്. ഗോൾഡ് $6 ഉയർന്ന് 4,983 നിലയിലാണ്. സിൽവർ ഇന്ന് ചെറിയ തോതിലൂടെ സ്പൈക്ക് ചെയ്തു, 77ലേക്ക് മാറി. ബിറ്റ് കോയിൻ സസ്റ്റെയിൻ ചെയ്യാണ് 66,000. ബ്രന്റ് ഓയിൽ കാണാം 71 ആയി, 1.42% സ്പൈക്ക്. കൂടാതെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 11% സ്പൈക്ക് ചെയ്തു. ഇന്ത്യ വിക്സ് 13.65 എന്ന നിലയിലാണ് നിൽപ്പ്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് സെക്ഷനിലാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി. ഇപ്പം അതില്ല. യൂറോപ്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറുണ്ട്. US ഫ്യൂച്ചർ നെഗറ്റീവാണ്. ക്രൂഡ് ഓയിൽ സ്പൈക്ക് ചെയ്തു. ഈ USഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് അത് US അല്ലെങ്കിൽ ഇറാൻ ഇവർ സൈനികപരമായിട്ട് സജ്ജമായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എനിവേ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം മാർക്കറ്റ് ഒരു ദിവസം കൊണ്ട് നമ്മൾ കണ്ടിരുന്നു സെൻസെക്സും നിഫ്റ്റിയും എല്ലാം തന്നെ, നിഫ്റ്റി ഏകദേശം 1200 പോയിൻ്റെയൊക്കെ റാലി കണ്ടതാണ് പോസിറ്റീവ് ന്യൂസ് കാരണം. അപ്പോൾ നെഗറ്റീവ് ന്യൂസ് കാരണവും ഒരു ഇടിവുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നേക്കഡ് പൊസിഷൻസ് എല്ലാം തന്നെ എടുക്കുന്ന ആളുകൾ ഹെഡ്ജ് ചെയ്യുക, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിഫ്റ്റി 25,800 നിന്ന് സ്റ്റീപ്പ് ഫോളാണ്. 25,416 ഒരു ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 484 പോയിൻ്റ് ഒരു വലിയൊരു ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അതൊരു ട്രേഡിംഗ് ഡേയിലാണ്. ഗ്യാപ്പ് അപ്പ് അങ്ങനെ ആയിരിക്കില്ല. ഗ്യാപ്പ് അപ്പ് വലിയ തോതിലായിരിക്കും ഉണ്ടാവുക. ഗ്യാപ്പ് അപ്പ് എങ്ങനെയായിരുന്നു? വലിയ ഭയാനകമായിരുന്നു, അൺയൂഷ്വൽ ആയിരുന്നു. ഗ്യാപ്പ് ഡൗണും അപ്പോൾ അതിൻ്റെ ഒരു 2 ടൈംസ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർഫുൾ ആവുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.